Okay, നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് IO ഫങ്ഷൻസ് ഓർ ഫോർമാറ്റഡ് ആൻഡ് അൺഫോർമാറ്റഡ് IO ഫങ്ഷൻസ് ഇൻ സി. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് IO ഫങ്ഷൻസ് നമുക്കറിയാം. സാധാരണ രീതിയിൽ പ്രോഗ്രാംസ് നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് stdio.h എന്നൊരു ഹെഡർ ഫയൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആ ഫയൽ, എന്തിനു വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത്, ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് IO ഫങ്ഷൻസ് to read and feed the data into the program. C provides various built-in functions. C provides several functions that give different levels of input and output capability. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യാനും അതിനുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ് ഈ ഒരു ലൈബ്രറി ഫയൽ കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. The input and output functions in C are built around the concept of a set of standard data streams being connected from each executing program to the basic IO devices. ഇവിടെ നമുക്ക് ഡേറ്റ സ്ട്രീംസ് എന്ന് പറയുന്നത് ഒരു ഫയൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഫങ്ഷൻസായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. These standard data streams or files are opened by the operating system. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസറും നമ്മുടെ സിസ്റ്റവും കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ നമ്മുടെ പ്രോഗ്രാമിനും സിക്കുള്ള ബാക്കി പ്രോഗ്രാംസിനും എല്ലാം ഇതിനെ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആർ അവൈലബിൾ ടു എവറി C and assembler program to use without having to open and close the files. അപ്പോൾ ജസ്റ്റ് അത് യൂസ് ചെയ്യാനുള്ളൊരു പെർമിഷനാണ് അവിടെ കൊടുക്കുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫയൽസ് അല്ലെങ്കിൽ സ്ട്രീംസിനാണ് STDIN. സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനാണ് STDIN STDOut. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻ എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ദ കീബോർഡിലേക്കുള്ള കണക്ഷനാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കീബോർഡിൽ നിന്ന് ഡേറ്റ എൻറ്റർ ചെയ്യുന്നത് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ ആ റീഡ് ചെയ്ത വാല്യൂ പ്രോസസ്സ് ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് STDOut യൂസ് ചെയ്യുന്നത്. Formatted input and output functions. All kind of data values are read and write using formatted IO functions. എല്ലാ തരത്തിലുള്ള ഡേറ്റ വാല്യൂസ് നമുക്ക് ഫോർമാറ്റഡ് IO ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ടു റെക്കഗ്നൈസ് ദ ഡേറ്റ ടൈപ്പ് ദേ റിക്വയർ കൺവേർഷൻ സിമ്പിൾസ്. ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കൺവേർഷൻ സിമ്പിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് %D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. Therefore, for both reading and writing of all data values, these are used. After execution, formatted functions returns the value. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് റീഡ് ചെയ്തിട്ട് നമുക്കത് കൊണ്ട് തരികയാണ്. The number of variables successfully read and write are equal to the return values. Errors occur during the read and writing process can also discover with the help of these values. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ആദ്യം നമ്മൾ ഫോർമാറ്റഡ് ഒരു ഫങ്ഷനാണ് സ്കാനഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കീബോർഡിൽ നിന്ന് യൂസർ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സ്കാനഫ് എന്ന് പറയുന്ന function. To give the input into the computer system, scanf function is used. It is a standard library function of the C library. അതൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷനാണ്. ഓൾറെഡി അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് STDIO എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾ ദ ബിൽറ്റ് ഇൻ മീൻസ് ഓൾറെഡി അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസാണ്. Built-in data types can be read using scanf. It is a general purpose console input unit. It also changes the format of the data according to the internal format. നമ്മൾ ഇൻറ്റേർണൽ ഫോർമാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക്
പെർസെൻറ്റേജ് ഡി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റിനകത്തേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതേപോലെ പെർസെൻറ്റേജ് എഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാം. അപ്പോൾ ഏത് ഫോർമാറ്റാണോ നമുക്ക് വേണ്ടുന്നത് ആ ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്കാൻ, ദെൻ കൺട്രോൾ സ്ട്രിങ്, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 അപ് ടു ആർഗ്യുമെൻറ്റ് n. അപ്പോൾ ഇതാണ് അതിന് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം കൺട്രോൾ സ്ട്രിങ്. It determines how values are read into the variables pointed to in the argument list. അത് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളതാണ് അതവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഫോർമാറ്റ് സ്പെസിഫൈ എന്നാണ് അതിന് പറയുന്നത്. ഏത് ഫോർമാറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ബൈ കൺട്രോൾ സ്ട്രിങ്. ആ കൺട്രോൾ സ്ട്രിങ്ങിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്കൊരു ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ടാകും. മീൻസ് പെർസെൻറ്റേജ് സൈൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ ഇൻപുട്ട് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഇറ്റ് ടെൽസ് ടു ദ സ്കാനർ ഫംഗ്ഷൻ അബൌട്ട് ദ ഡേറ്റ ടൈപ്സ് ദാറ്റ് ഈസ് ടു ബി റീഡ് നെക്സ്റ്റ്. അടുത്ത് നമുക്ക് റീഡ് ചെയ്യേണ്ട ഏതാണോ അതിൻ്റെ ഏത് ഡേറ്റ ടൈപ്പ് എന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ആഡ് ചെയ്യുന്നതാണ് വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. വൈറ്റ് സ്പേസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പേസ് ആയിരിക്കും, ടാബ് ആയിരിക്കും, വെർട്ടിക്കൽ ടാബ് ആയിരിക്കും, ന്യൂ ലൈൻ. അപ്പോൾ ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പെർസെൻറ്റേജ് ഡി. പിന്നീട് ഒരു സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക. നമുക്ക് നോൺ വൈറ്റ് ക്യാരക്ടേഴ്സ് അതിനകത്ത് വരാം. അപ്പോൾ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്കാർഡായിപ്പോയി, ഇഗ്നോർ ചെയ്യും. അപ്പോൾ കൺസിഡർ എ സിറ്റുവേഷൻ വേർ ദ പ്രോഗ്രാമർ പെർസെൻറ്റേജ് ഡി കോമ പെർസെൻറ്റേജ് ഡി. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ കോമ അവിടെ അങ്ങ് ഇഗ്നോർ ചെയ്യും. ആ കോമ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറില്ല. അടുത്തതാണ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ആൻഡ് or printf. Printf function is a standard library function and used to print the output data through computer on a standard output device. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മുടെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് printf. Using this function, one can send the output of any combination value of numerical values, single character and strings. This function sends the data to a standard output device and takes it from the computer to memory. നമ്മൾ അതിൻ്റെ ഒരു സിൻടാക്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. printf കൺട്രോൾ സ്ട്രിങ് ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 അപ് ടു ആർഗ്യുമെൻറ്റ് n. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ സ്കാനപ്പ് യൂസ് ചെയ്തത് കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനാണെങ്കിൽ ഇത് റീഡ് ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യം നമുക്ക് കൺട്രോൾ സ്ട്രിങ് ഒന്ന് നോക്കാം. കൺട്രോൾ സ്ട്രിങ് ഇറ്റ് കണ്ടെയ്ൻസ് ഫോർമാറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. ദീസ് ആർ ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് ഡേറ്റ ഐറ്റംസ്. അതിനകത്ത് ഇത്രയാണ് ഫോർമാറ്റഡ് എന്ന് പറയുന്നത്.